ഗവൺമെന്റ് LPS തോന്നയ്ക്കൽ പ്രവർത്തന റിപ്പോർട്ട് 2025-26. കാലമെന്ന മഹാഗ്രന്ഥത്തിലെ ഒരു പുതിയ താഴ് നാം ഇവിടെ കുറിക്കുകയാണ്. നമ്മുടെ സ്കൂളിന്റെ മുറ്റത്ത് അറിവിന്റെ ദീപങ്ങൾ തെളിയിച്ചും സ്വപ്നങ്ങളുടെ ചിറകുകൾ വിരിച്ചും കുട്ടികളുടെ ചിരികളും വിജയങ്ങളും നിറഞ്ഞു നിന്ന ഒരു മനോഹര യാത്രയായിരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷം. 2025-26 അധ്യയന വർഷം വിദ്യാർത്ഥികളുടെ വിജ്ഞാന വികസനത്തിനും വ്യക്തിത്വ വളർച്ചയ്ക്കും വഴിയൊരുക്കിയ നിരവധി പ്രവർത്തനങ്ങളുടെ സാക്ഷിയായി മാറി. പഠനത്തിന്റെ പാതയിൽ മുന്നേറുമ്പോൾ പുസ്തകങ്ങളിലെ അറിവിനൊപ്പം ജീവിത മൂല്യങ്ങളും കുട്ടികളുടെ ഹൃദയത്തിൽ വിതയ്ക്കാൻ നമ്മുടെ സ്കൂൾ എപ്പോഴും ശ്രമിച്ചു. വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ, അധ്യാപകരുടെ സമർപ്പണം, മാതാപിതാക്കളുടെ പിന്തുണ, ഈ 3 ശക്തികളാണ് നമ്മുടെ സ്കൂളിനെ മുന്നോട്ട് നയിച്ചത്. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാലയ പ്രവേശനോത്സവം പഞ്ചായത്ത് തല ഉദ്ഘാടനത്തിന് വേദിയായത് GLPS തോന്നയ്ക്കലാണ്. പുതിയതായി സ്കൂളിലെത്തിയ നവാഗതരെ പുഷ്പങ്ങളും മധുരവും സമ്മാന പൊതികളും നൽകി സ്നേഹപൂർവ്വം സ്വീകരിച്ചു. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിൽ വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. ചങ്ങാതിക്കൊരു തൈ. ഈ പ്രവർത്തനത്തിലൂടെ ഓരോ വിദ്യാർത്ഥിയും അധ്യാപകരും വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ച് പ്രകൃതിയോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും പ്രകടിപ്പിച്ചു. പച്ചപ്പിനെയും പരിസ്ഥിതി സംരക്ഷണത്തെയും കുറിച്ചുള്ള ബോധം കുട്ടികളിൽ വിതയ്ക്കാൻ ഈ പ്രവർത്തനം സഹായകരമായി. പ്രാദേശികമായ ഉപയോഗങ്ങൾക്കും സ്കൂളിനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നതിന് തെളിവാണ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മംഗലപുരം ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്തിയ പ്രത്യേക ഗ്രാമസഭ. കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. അറിവിന്റെ വാതിലുകൾ തുറക്കുന്ന വായനയുടെ മഹത്വം ഓർമ്മപ്പെടുത്തുന്ന വായന ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കുടവൂർ വാർഡ് മെമ്പർ ശ്രീ തോന്നയ്ക്കൽ രവി ഉദ്ഘാടനം നടത്തി. പ്രശസ്ത സാഹിത്യകാരനും കേരള ബാലസാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ശ്രീ പകൽക്കുറി വിശ്വം സാർ കുട്ടികളുമായി സംവാദം നടത്തുകയും ഒറ്റ വാക്കിൽ നിന്നും കവിതയെ എങ്ങനെ ജനിപ്പിക്കാം എന്ന് വളരെ ലളിതമായി അവതരിപ്പിക്കുകയും ചെയ്തു. സാറിന്റെ എന്നെ വായിച്ചവരിലൂടെ എന്ന പുസ്തകം സ്കൂളിന് നൽകി. രക്ഷകർത്തൃ വായനയ്ക്ക് തുടക്കം കുറിച്ചു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ 2 ആഴ്ച നീണ്ടുനിന്ന പ്രവർത്തനങ്ങൾ സ്കൂളിൽ നടപ്പിലാക്കി. വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധവും ഉത്തരവാദിത്വവും വളർത്തുന്നതിന് പ്രചോദനമായി ഈ പ്രവർത്തനങ്ങൾ. ദിനാചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൂലൈ 21 നടന്ന ചാന്ദ്ര ദിനാചരണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കെടുത്തു. വീഡിയോ പ്രദർശനം, വാന നിരീക്ഷണം, ചാന്ദ്രദിന ക്യൂസ് എന്നിവ സംഘടിപ്പിച്ചു. ചാന്ദ്ര ദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ചന്ദ്രനെ അടുത്തു കാണുക എന്ന ഉദ്ദേശത്തോടെയും അവരിൽ ശാസ്ത്രബോധവും കൗതുകവും വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെയും സ്കൂളിൽ വാന നിരീക്ഷണം നടത്തി. സ്കൂളിലെ ശാസ്ത്ര ലാബിനായി പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്കൂളിലേക്ക് സംഭാവന നൽകിയ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കിയത്. ഇതിനായി ഒരു രാത്രികാല ക്യാമ്പ് സംഘടിപ്പിച്ചു. രക്ഷിതാക്കളും കുട്ടികളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും PTA അംഗങ്ങളും അധ്യാപകരും കൂടി ചേർന്ന് ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. CPTA, PTA, SMC, MPTA യോഗങ്ങൾ, പൊതുയോഗം എന്നിവ യഥാസമയങ്ങളിൽ നടന്നുവരുന്നു. ലഘുവ്യായാമത്തിനായി എല്ലാ ദിവസവും സ്കൂൾ അസംബ്ലിയുള്ള ദിവസങ്ങളിൽ അസംബ്ലിയിലും അല്ലാത്ത ദിവസങ്ങളിൽ ക്ലാസ്സിലും കുട്ടികളെ കൊണ്ട് രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് സൂംബ ചെയ്യിക്കുന്നു. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പ്രവർത്തനമാണ്. യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് യോഗ പരിശീലനം നടത്തി. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ പ്രവചന മത്സരത്തിൽ എല്ലാ കുട്ടികളും പങ്കാളികളായി. ഇതിൽ ശരിയായ പ്രവചനം നടത്തിയ കുട്ടികളിൽ നിന്നും 4ാം ക്ലാസ്സിലെ ഋതിക എന്ന കുട്ടിയെ തിരഞ്ഞെടുക്കുകയും കുട്ടിക്ക് ഒരു ഫുട്ബോൾ സമ്മാനമായി നൽകുകയും ചെയ്തു. ഈ വർഷവും LSS എക്സാമിന് മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിഞ്ഞു. 18 കുട്ടികളാണ് ഇത്തവണ LSS നേടിയത്. ഭാരതത്തിന്റെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം വർണ്ണാഭമായി തന്നെ ആഘോഷിച്ചു. പതാക ഉയർത്തൽ, ഫ്ലാഗ് സല്യൂട്ട്, ദേശഭക്തി ഗാനാലാപം, ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം തുടങ്ങിയ പരിപാടികൾ നടത്തി സ്വാതന്ത്ര്യ ദിനാചരണത്തിന് നിറപ്പകിട്ടേകി. അക്കാദമിക മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയ നമ്മുടെ സ്കൂളിന്റെ തന്നെ ഒരു തനത് പ്രവർത്തനമാണ് ഗൃഹസന്ദർശനം. ഇതിലൂടെ എല്ലാ അധ്യാപകർക്കും സ്കൂളിലെ ഓരോ കുട്ടിയുടെയും സാമ്പത്തിക സ്ഥിതിയും സാമൂഹിക ചുറ്റുപാടും മനസ്സിലാക്കാനും കുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്കു വേണ്ട കൈത്താങ്ങ് നൽകാനും സാധിക്കുന്നു. കൂടാതെ രക്ഷിതാക്കളുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാനും ഇതിലൂടെ കഴിയുന്നു. ഫുട്ബോളിന്റെ ആരവം ലോകത്തെ ആവേശം കൊള്ളിച്ചപ്പോൾ നമ്മുടെ കുട്ടികളിലേക്കും അത് പകരാനും കാൽപന്ത് കളിയുടെ ആവേശം അവരിലേക്കും വളർത്തിയെടുക്കാനും ഒപ്പം ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയും
നമ്മുടെ സ്കൂളിലും തൂഫാൻ ഗോൾ എന്ന പ്രോഗ്രാം നടപ്പിലാക്കി. അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരവും ജൈവകൃഷി രീതിയും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികളെ മുഖ്യ പങ്കാളികളാക്കി ഈ വർഷവും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ പച്ചക്കറിത്തോട്ട നിർമ്മാണം നടത്തി. തികച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ച് വിളയിക്കുന്ന സ്കൂളിലെ പച്ചക്കറിത്തോട്ടങ്ങളിലെ വിളവെടുപ്പ് കുട്ടികളെ കൊണ്ട് തന്നെ നടത്തി. കിട്ടിയ പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട എഴുത്തുകാരനായ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ ശ്രദ്ധേയനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ചും കുട്ടികളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ ബഷീർ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ കുട്ടികൾ ബഷീർ കഥകളിലെ കഥാപാത്രങ്ങളാവുകയും മറ്റ് കുട്ടികൾക്ക് മുന്നിൽ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയും ചെയ്തു. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും സ്കൂളിൽ നടത്തിവരുന്ന ഒരു പ്രോഗ്രാമാണ് കിലുക്കാംപെട്ടി എന്ന പേരിൽ ശ്രദ്ധേയമായ സ്കൂൾ റേഡിയോ. കുട്ടികൾക്ക് അവരുടെ കലാപരമായ കഴിവുകൾ അവതരിപ്പിക്കാൻ ഈ ഒരു അവസരത്തിലൂടെ കഴിയുന്നു. വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാ കുട്ടികളും ഇതിൽ പങ്കാളികളാകുന്നത്. ഓരോ ആഴ്ചയും ഓരോ ക്ലാസ്സാണ് റേഡിയോ അവതരിപ്പിക്കുന്നത്. ചിങ്ങം 1 കർഷക ദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തുന്നത് പോലെ തന്നെ ഈ വർഷവും നമ്മുടെ സ്കൂളിൽ കാർഷിക വിളകളുടെ പ്രദർശനം നടത്തി. കുട്ടികളും അധ്യാപകരും അവരുടെ വീട്ടിൽ കൃഷി ചെയ്ത കാർഷിക വിളകൾ കൊണ്ടുവരികയും അത് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഈ വർഷത്തെ ഓണാഘോഷവും ഏറെ ആവേശത്തോടെയും ഐക്യത്തോടെയും ആഘോഷിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും PTA, SMC, MPTA എന്നിവയുടെ സജീവ പങ്കാളിത്തത്തോടെ പൂക്കളമൊരുക്കൽ, തിരുവാതിര, ഓണപ്പാട്ടുകൾ, ഓണക്കളികൾ, ഓണസദ്യ എന്നിവയും ആഘോഷങ്ങൾക്ക് നിറം പകർന്നു. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ ചിന്തയും കഴിവുകളും വളർത്തുന്നതിനായി വിവിധ ശാസ്ത്രമേളകൾ സംഘടിപ്പിച്ചു. ശാസ്ത്രമേള, ഗണിത ശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള, സാമൂഹ്യ ശാസ്ത്രമേള എന്നിവയിൽ കുട്ടികൾ പങ്കെടുക്കുകയും സബ് ജില്ലാ തലത്തിൽ മത്സരങ്ങൾക്ക് പങ്കെടുത്ത് ഉന്നത വിജയം കൈവരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ നമ്മുടെ സ്കൂളിന്റെ യശസ് വാനോളം ഉയർത്തി. സ്കൂൾ കായികമേള ആവേശകരമായി സംഘടിപ്പിച്ചു. വിവിധ മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്തു. സബ് ജില്ലാതല കായികമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവിടെയും മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാനായി. സ്കൂൾ കലോത്സവം നിറപ്പകിട്ടാർന്ന തരത്തിൽ ആഘോഷിച്ചു. വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ പ്രകടമാകുന്ന ഗാനം, നൃത്തം, പ്രസംഗം, മോണോ ആക്ട് തുടങ്ങി നിരവധി മത്സരങ്ങൾ നടന്നു. സബ് ജില്ലാതല കലോത്സവത്തിൽ പങ്കെടുക്കുകയും വിദ്യാർത്ഥികൾ മിന്നുന്ന വിജയം നേടുകയും ചെയ്തു. കുട്ടികളിൽ ജനാധിപത്യ ബോധം വളർത്തുന്നതിനുള്ള സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്നു. ഇലക്ഷൻ ഉദ്യോഗസ്ഥരായി വിദ്യാർത്ഥികൾ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുകയും വോട്ടെണ്ണൽ നടത്തി സ്കൂൾ പാർലമെന്റ് അംഗങ്ങളെയും സ്കൂൾ ലീഡറെയും തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി ദർശൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം, സർവമത പ്രാർത്ഥന, ഗാന്ധി കഥ പറച്ചിൽ, പ്രഭാഷണം എന്നിവ നടത്തുകയും സ്കൂൾ ലീഡർ ലഹരിമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ഗാന്ധി ദർശൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്ലബിലെ അംഗങ്ങളായ കുട്ടികളും അധ്യാപകരും ചേർന്ന് ലോഷൻ നിർമ്മിക്കുകയും അത് സ്കൂളിന്റെ ക്ലീനിംഗ് ആവശ്യങ്ങൾക്കായി സമ്മാനിക്കുകയും ചെയ്തു. കേരളത്തിന്റെ തനതു രുചികൾ വിളിച്ചോതുന്ന തരത്തിലുള്ള നാടൻ പലഹാരമേള, പാനീയമേള എന്നിവ 1, 2, 3 ക്ലാസുകളിൽ സംഘടിപ്പിച്ചു. പുതുതലമുറയ്ക്ക് പുതുമ പകരുന്ന രുചിക്കൂട്ടുകൾ നിറഞ്ഞതായിരുന്നു ഈ മേള. പാഠപുസ്തകത്തിലെ അറിവുകൾ നേരിട്ടുള്ള അനുഭവങ്ങളുമായി ബന്ധിപ്പിക്കാനും നിരീക്ഷണശേഷി, സാമൂഹിക ബോധം, സഹകരണ മനോഭാവം എന്നിവ വികസിപ്പിക്കാനും സ്കൂളിൽ നിന്ന് യഥാസമയം പഠനയാത്ര, ഫീൽഡ് ട്രിപ്പ് എന്നിവ എല്ലാ വർഷത്തെയും പോലെ ഈ അധ്യയന വർഷവും നടത്തി. മുഴുവൻ കുട്ടികളെയും ഇതിൽ പങ്കാളികളാക്കുകയും ചെയ്തു. പ്രീ പ്രൈമറി കലോത്സവം ശിശുദിന കലോത്സവമായി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. PTA പ്രസിഡന്റ് ശ്രീ അനീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ സിനിമാ സീരിയൽ താരം ശ്രീ സജി സബാന ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓണാഘോഷം പോലെ തന്നെ ക്രിസ്തുമസ് ആഘോഷവും ഭംഗിയായി തന്നെ ആഘോഷിച്ചു. കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി നൽകുകയും ഓരോ ക്ലാസ്സിലും കേക്ക് മുറിക്കുകയും പുൽക്കൂട് ഒരുക്കുകയും ക്രിസ്തുമസ് കരോൾ നടത്തിയും വിവിധ കലാപരിപാടികളോടെ ക്രിസ്തുമസ് സുഹൃത്തിന് ഗിഫ്റ്റ് കൈമാറിയും ആഘോഷം പരിപൂർണമാക്കി. 2026 ജനുവരി 26 നമ്മുടെ രാജ്യത്തിന്റെ 77ാം റിപ്പബ്ലിക് ദിനം ഏറെ ഭംഗിയായി തന്നെ നമ്മുടെ സ്കൂളും ആഘോഷിച്ചു. രാവിലെ സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂളിന്റെ പ്രഥമാധ്യാപിക സജീന ടീച്ചർ ദേശീയ പതാക ഉയർത്തി. ദേശഭക്തി ഗാനം, പ്രസംഗങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. രാജ്യത്തിന്റെ ഐക്യവും ജനാധിപത്യ മൂല്യങ്ങളും കാത്തുസൂക്ഷിക്കണമെന്നുള്ള സന്ദേശം നൽകി ചടങ്ങ് സമാപ്തമായി.
4ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി ഡിവൈൻ കർമ്മ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് നടത്തി. സ്വഭാവ രൂപീകരണം നല്ല രീതിയിലാവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധം കഥകളിലൂടെ അവതരിപ്പിച്ചു. അക്ഷരത്തോടൊപ്പം ആരോഗ്യവും എന്ന ആശയത്തിന്റെ ഫലമായി കേരള ആരോഗ്യവകുപ്പ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ശാരീരിക മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി സമഗ്ര പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. ഹൃദയാരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് CPR പരിശീലനം നൽകി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ ശ്രീമതി ഷിബിന, ശ്രീമാൻ സന്ദീപ് എന്നിവർ പരിശീലന ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 2025-26 അധ്യയന വർഷത്തിൽ സ്കൂളിന്റെ തനത് പ്രവർത്തനമായ ലിറ്റിൽ മാസ്റ്റർ ടാലന്റ് സെർച്ച് എക്സാം PTA, SMC എന്നിവയുടെ നേതൃത്വത്തിൽ നടന്നു. LKG മുതൽ സ്റ്റാൻഡേർഡ് 4 വരെ ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ പ്രവർത്തനമായിരുന്നു ഇത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 11:30 വരെ പരീക്ഷയും അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂല്യനിർണ്ണയവും നടന്നു. കുട്ടികളുടെ പഠനത്തിൽ ദിശാബോധം കൈവരിക്കുന്നതിനായി SSKയുടെയും സ്റ്റാർസ് പദ്ധതിയുടെയും ഏറ്റവും പുതിയ പദ്ധതിയായ ക്ലാസ് റൂം ആസ് ലാബ് ഒരു പൈലറ്റ് പ്രോജക്റ്റായി നടപ്പിലാക്കുവാൻ ആദ്യത്തെ സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സ്കൂളാണെന്നത് നമ്മുടെ നാടിന് അഭിമാനകരമായ ഒരു നേട്ടമായിരുന്നു. കുട്ടികളുടെ കഴിവുകളും കലാ ആസ്വാദന മികവുകളും പ്രീ പ്രൈമറി തലം മുതൽ തന്നെ വളർത്തിയെടുക്കുന്നതിനായി വിദ്യാലയത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു വർണ്ണക്കൂടാരം. പേര് പോലെ തന്നെ നിറങ്ങളുടെ ലോകം കുട്ടികൾക്ക് മുന്നിൽ തുറന്നുകൊടുക്കുന്ന വേദിയായി മാറിക്കഴിഞ്ഞു നമ്മുടെ പ്രീ പ്രൈമറി ക്ലാസ് മുറികൾ. ജലം ജീവന്റെ നാഡിയാണ്. അതിന്റെ സംരക്ഷണം നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഭൂജല വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ നമ്മുടെ സ്കൂളിന് 2 മഴവെള്ള സംഭരണികൾ അനുവദിച്ചു. പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച ഒരു കരിയില സംഭരണി നമ്മുടെ സ്കൂളിലെത്തിച്ചു. ഒപ്പം പഞ്ചായത്തിൽ നിന്നും നമ്മുടെ സ്കൂളിന് ഈ വർഷവും ലഭ്യമായ കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം, പോഷക ആഹാരം, പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള കായിക ഉപകരണങ്ങൾ എന്നിവയും മംഗലപുരം പഞ്ചായത്തിൽ നിന്നും നമ്മുടെ സ്കൂളിന് ലഭിച്ചു. പോയ കാലത്തിന്റെ ചുവടുകൾ ഏറ്റുവാങ്ങി നിന്ന നമ്മുടെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി അവിടെ ഒരു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ അനുമതി ലഭിച്ചിരിക്കുന്നു. വിദ്യാലയ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരവും സ്മരണീയവുമായ ആഘോഷമാണ് സ്കൂൾ വാർഷികം. ഈ വർഷത്തെ മിഴിവ് 2026 വാർഷികാഘോഷവും കിളിക്കൊഞ്ചൽ 2026 സ്കൂൾ മാഗസീനും അഭിമാന പുരസ്സരം ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വാർഷികത്തോടനുബന്ധിച്ച് അധ്യാപകരും അതിൽ പങ്കാളികളായി. അധ്യാപകർക്കും മറ്റു സ്കൂൾ ജീവനക്കാർക്കും അവരുടെ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു വേദിയായി നമ്മുടെ സ്കൂൾ വാർഷികം മാറി. രക്ഷകർതൃ കലോത്സവം ഈ വർഷവും നടന്നു. രക്ഷിതാക്കൾക്കും തങ്ങളുടെ കഴിവുകൾ തങ്ങളുടെ മക്കൾക്കൊപ്പവും മക്കളുടെ മുന്നിലും അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു വേദിയായി ഇത് മാറി. രക്ഷിതാക്കളുടെയും സ്കൂളിന്റെ ഒരു ഭാഗമായി മാറ്റാൻ ഈയൊരു പ്രവർത്തനത്തിലൂടെ സാധിക്കുന്നുണ്ട്. അക്കാദമിക ബന്ധത്തിന്റെ യാത്ര അവസാനിക്കുമ്പോൾ അത് വെറും ദിവസങ്ങളുടെ കടന്നുപോകൽ മാത്രമല്ല, അനേകം പരിശ്രമങ്ങളുടെ ഫലവും നേട്ടങ്ങളുടെ സ്മരണകളും നിറഞ്ഞ മനോഹരമായ കഥയാണ്. വിദ്യാർത്ഥികളുടെ അറിവും കഴിവും മൂല്യബോധവും വളർത്താൻ ഈ വർഷം നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ കൂട്ടായ പരിശ്രമത്തിന്റെയും പ്രതിബദ്ധതയുടെയും തെളിവുകളാണ്. 2025-26 അധ്യയന വർഷത്തിൽ തോന്നയ്ക്കൽ GLPSൽ നടത്തിയ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഈ റിപ്പോർട്ട് നിങ്ങളുടെ സവിശേഷ പരിഗണനയ്ക്കും വിലയിരുത്തലിനുമായി സവിനയം സമർപ്പിക്കുന്നു.